ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. UAയിലെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഇത് കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ മാറി മറിച്ചൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി, GNMസിന് വേക്കൻസി ഉണ്ടോ, അതുപോലെ തന്നെ ANMസിന് വേക്കൻസി ഉണ്ടോ എന്നതിനെക്കുറിച്ച് അത് റിപ്പീറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റിപ്ലൈ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസുകളൊക്കെ ഒന്ന് പോയി കാണണം. അതിലുള്ള ആൻസർ ഉണ്ട്, നിങ്ങൾക്കുള്ള ആൻസർ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അത് പിന്നെയും എടുത്ത് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കണം. ഞാൻ വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന UAയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും എക്സാം പാസ്സായവർക്കും ഒക്കെ അറിയാം എന്ത് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഇവിടെ വരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അത് എന്താണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്, അതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയകൾ, എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത്, അതിന് എത്ര കോസ്റ്റ് ആവും, എത്ര വർക്കിംഗ് ഡേയ്സ് ആവും അത് കിട്ടാനായിട്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ചുരുക്കമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്താണ് ഡാറ്റ ഫ്ലോ എന്നുള്ളത്. അപ്പോൾ വരാനിരിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ അവർക്ക് അതെല്ലാം എന്താക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്? ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൈമറി വെരിഫിക്കേഷനെ ആണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വ്യാജമാണോ അല്ലയോ, ഒറിജിനൽ തന്നെ അല്ലേ എന്നുള്ളത് ദുബായ് ഹെൽത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ UAയിലെ ഹെൽത്ത് അതോറിറ്റിക്കാർക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ്റെ ഒരു സംഭവമാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അത് അവർ എന്ത് ചെയ്യുന്നു, ഡാറ്റ ഫ്ലോ ഗ്രൂപ്പിന് കൊടുക്കുന്നു. അവർ മുഖേന ഇത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ അല്ലേ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വെരിഫിക്കേഷൻ ചെയ്തിട്ട് അത് ഉറപ്പാക്കുന്നുണ്ട്. അതിന് ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് അവരെന്ത് ചെയ്യുന്നത്, വെരിഫിക്കേഷൻ എടുക്കുന്നത്? നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ലാസ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഇപ്പം നിങ്ങൾ ലാസ്റ്റ് 2 ഇയർ എവിടെയാണോ വർക്ക് ചെയ്തെങ്കിൽ അത്, അല്ല നിങ്ങൾക്ക് ഇപ്പോൾ അതിലും കൂടുതൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡാറ്റ ഫ്ലോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആരും തന്നെ ലാസ്റ്റ് 2 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കാറുള്ളൂ. ഇപ്പം നിങ്ങൾക്കല്ല എനിക്ക് അതിൻ്റെ പ്രീവിയസ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ എല്ലാ സർട്ടിഫിക്കറ്റും, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്തത്, ഇപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ 2-3 സ്ഥലത്ത് വർക്ക് ചെയ്തത് വെച്ചു, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളൂ, അടുത്ത സ്ഥലത്ത് 6 മന്ത്, അത് കഴിഞ്ഞ് മറ്റടുത്ത് 6 മന്ത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഇയർ എന്തായാലും മസ്റ്റായിട്ട് 2 ഇയർ എക്സ്പീരിയൻസ് വേണമല്ലോ ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ 3 സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഓരോ സ്ഥലത്തും നിങ്ങൾ വർക്ക് ചെയ്തെടുത്തൊക്കെ അവർ ഒന്നില്ലെങ്കിൽ ഫോണിൽ കൂടെ ത്രൂ അവർ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ അവർ കോൺടാക്ട് ചെയ്തിട്ട് വെരിഫിക്കേഷൻ നടത്തും. അവിടെ ഒരു എംപ്ലോയി വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് HRലോ ഏതെങ്കിലും കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് ചോദിച്ചിട്ട് അവർ എൻക്വയറി നടത്തും. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലിംഗ്, അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് ചോദിക്കും അവർ, ഇങ്ങനെ ഒരാൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടോ, ഈ രജിസ്ട്രേഷൻ വാലിഡ് ആണോ എന്നുള്ളത്. അതും ഇതുപോലെ തന്നെ ഫോൺ ത്രൂ അല്ലെങ്കിൽ മെയിൽ ത്രൂ അവർ അയച്ച് ചോദിക്കാറുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഞാൻ പറഞ്ഞായിട്ടുണ്ടായിരുന്നു DHA ഡാറ്റ ഫ്ലോ, DHA കഴിഞ്ഞ് നമുക്ക് എലിജിബിലിറ്റി എടുക്കണമെങ്കിൽ ഡാറ്റ ഫ്ലോ, ഗുഡ് സ്റ്റാൻഡിങ്, BLS ഇത്രയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ വേണമെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണമാണ് എന്തെന്ന് പറയുന്നത് ഗുഡ് സ്റ്റാൻഡിങ്. ഗുഡ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിച്ച കൗൺസിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. നമ്മുടെ ക്യാരക്ടർ ഗുഡാന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഗുഡ് സ്റ്റാൻഡിങ്. അത് വെരിഫിക്കേഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട്, എക്സ്പയർ ആവാത്ത പാസ്പോർട്ട്, അത് അവർ എന്ത് ചെയ്യുന്നു, വാലിഡ് ആണോ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതും എന്ത് ചെയ്യുന്നു, എൻക്വയറി ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ ഫ്ലോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. ഇതെല്ലാം അവർ കൺസേൺ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ മെയിൽ അയച്ച് ചെയ്തിട്ട് വെരിഫിക്കേഷൻ ചെയ്യും. വൺസ് ഇതെല്ലാം വിളിച്ച് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞ സംഭവം പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, ഡാറ്റ ഫ്ലോ അത് കംപ്ലീറ്റ് ആവില്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞു വരും. എന്താവും, നമ്മളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. പിന്നെ ഒരിക്കലും നമുക്ക് UAയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് ഡാറ്റ ഫ്ലോയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. ഡാറ്റ ഫ്ലോ ഇല്ലെങ്കിൽ നമുക്ക് ജോലി എടുക്കാനും പറ്റില്ല, എക്സാം എഴുതാനും DHA ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ലൈസൻസ് എടുക്കാനോ കാര്യങ്ങൾക്കോ വരാനോ പറ്റില്ല. ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വർക്ക് ചെയ്യാനായിട്ട്
ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് എത്ര സമയം എടുക്കും എന്നുള്ളത്, സാധാരണ 20 to 45 വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കാറുള്ളത്. ഡിപ്പെൻഡ് ഓൺ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡിലേ ആവും. പക്ഷെ മാക്സിമം 20 to 45 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ സാധാരണ കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ എല്ലായിടത്തും പെട്ടെന്ന് റിപ്ലൈയും വെരിഫിക്കേഷൻ പെട്ടെന്ന് നടക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 20 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ്, സാധാരണ ഇത്രയും കാര്യം നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ്, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഓൺലൈനിൽ നമ്മൾ കയറി ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം ഓൺലൈനിൽ കയറി നമ്മൾ ചെയ്യാനുണ്ട്. ഡാറ്റ ഫ്ലോയുടെ ഇതിൽ കയറിയിട്ട് നമ്മൾ ലിങ്ക് ഉണ്ട്, അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. വേണ്ടവർക്ക് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച്. അറിയില്ലാത്തവർ പോയി കാണണം. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എന്തെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് പൈസ അടയ്ക്കണം. സാധാരണ പൈസ വരുന്നത് ഒരു 1000 ഡറംസിൻ്റെ ഉള്ളിലേ വരുള്ളൂ. നാട്ടിൽ ഒരു 22,000 ഇൻക്ലൂഡിങ് ഒരു 25,000 ഉള്ളിലേ സാധാരണ വരുള്ളൂ. അതിൽ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ പെടും. നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇപ്പോൾ ഓൾറെഡി 2 ഇയർ ഉണ്ട്, നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1 ഇയർ ഉണ്ട്, 6 മന്ത് ഒരു സ്ഥലത്ത് 6 മന്ത്, അപ്പോൾ നിങ്ങൾക്ക് 3 സർട്ടിഫിക്കറ്റ് ആയി. അതിന് നിങ്ങൾ ചെയ്യണം, എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. 300 ദറംസ് വെച്ചിട്ടാണ് എക്സ്ട്രാ വരുന്നത്. അതായത് നാട്ടിലൊരു 6,500 7,000 ഉള്ളിൽ എക്സ്ട്രാ ഓരോ സർട്ടിഫിക്കറ്റിനും നിങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് പേയ്മെന്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എലിജിബിലിറ്റിക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ എക്സാം പാസ്സായാൽ നമുക്ക് അപ്പം തന്നെ എലിജിബിലിറ്റി കിട്ടില്ല. ഈ ഡാറ്റ ഫ്ലോയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് വേണം നമുക്ക് എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്താലേ നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ കിട്ടുള്ളൂ. ആ എലിജിബിലിറ്റി ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട്, ജോലി അന്വേഷിച്ച് DHA, DOH ഓർ MOH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലിജിബിലിറ്റി കിട്ടുള്ളൂ. അതാണ് പിന്നീട് ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന ഒരു ഇത്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PDF, ഒരു 4-5 പേജുള്ളൊരു PDF കിട്ടും. അത് നമുക്ക് നമ്മുടെ മെയിലിലേക്ക്, നമ്മൾ ഏത് മെയിൽ ID ആണോ കൊടുത്തെങ്കിൽ അതിലേക്ക് നമുക്ക് അയച്ചു തരും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഏത് ഹോസ്പിറ്റലാണോ ക്ലിനിക്കിലാണോ കയറണമെങ്കിൽ നമുക്ക് ആ ഒരു ഡാറ്റ ഫ്ലോയുടെ സംഭവം നമുക്ക് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണത്. അതിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ഏതൊക്കെ അവർ വെരിഫിക്കേഷൻ നടത്തി എന്നുള്ളത്, ഏതൊക്കെ ഇപ്പോൾ കോളേജ് എവിടേക്ക് എന്തൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് വെച്ച് അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കിട്ടും. ഇത്രേ ഉള്ളൂ ഈ ഒരു ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻ. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്രയും സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചെയ്യണം, ഡാറ്റ ഫ്ലോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും മെസ്സേജ് അയക്കണം, ഞാൻ വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.